രാവിലെ തന്നെ സൂര്യനെ കണ്ടപ്പോൾ ചെറിയൊരു സന്തോഷമായി കേട്ടാ. കാരണം എപ്പം നോക്കിയാലും രാവിലെ എണീക്കുമ്പോൾ മഴ തന്നെയാണ്. അപ്പൊ ചില സമയത്ത് സൂര്യൻ ഇങ്ങനെ എത്തി നോക്കി പോകുമ്പോൾ ചെറിയൊരു സന്തോഷം. ഇന്നെന്തായാലും ഞാൻ എണീച്ചമ്പടെ ആദ്യം കുളിക്കുക ചെയ്തത്. കുളിച്ചിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് ഇന്ന് കയറിയത്. ഇല്ലെങ്കിൽ ഞാൻ എണീച്ചമ്പടെ ആദ്യം കാപ്പി കുടിച്ചിട്ടേ കുളിക്കലുള്ളേനു. ഇന്നെന്തോ ചെറിയ മാറ്റം വരുത്താന്ന് വിചാരിച്ചോണ്ടാണ് കേട്ടാ പോയി കുളിച്ചത്. എപ്പോഴും ഇതുണ്ടാവുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടാ. കാരണം ഇന്ന് ചെറിയൊരു മാറ്റം വരുത്താൻ തോന്നിയോണ്ട് ചെയ്തതാണ്. അപ്പൊ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉഴുന്നിന്റെ ദോശയും സാമ്പാറും ആണ്. സാമ്പാർ ഇന്നലെ രാത്രിക്ക് ആക്കി വെച്ചിട്ടുണ്ടേനു. ഉഴുന്നിന്റെ ദോശ എപ്പോൾ ആക്കുന്നുണ്ടെങ്കിലും തലേന്ന് തന്നെ നമ്മൾ സാമ്പാറാക്കി വെക്കലുണ്ട് കേട്ടാ. കാരണം തലേന്ന് ആക്കിയ സാമ്പാർ പിറ്റേ ദിവസത്തേക്ക് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കാപ്പിയും കൂടി എടുത്ത് കുടിച്ചപ്പോൾ സമാധാനമായി. സാധാരണ എണീച്ചമ്പാട് കാപ്പി കുടിക്കുന്ന ഞാൻ ഇന്ന് കുളിച്ചിട്ടാണ് കുടിക്കുന്നത്. ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചോണ്ടാണ് കേട്ടാ സാവധാനത്തിൽ പണികളെല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭയങ്കര സ്പീഡായിരിക്കും എനിക്ക്. അപ്പൊ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉള്ളതാണ്. ഫുഡെല്ലാം കൊണ്ടുപോകേണ്ടതാണ്. സാമ്പാർ ഇന്നലെ തന്നെ വെച്ചോണ്ട് ചെറിയൊരു ആശ്വാസം. രാവിലത്തേക്ക് കറിയൊന്നും പ്രത്യേകിച്ച് ആക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ ചോറ് മാത്രമേ ഇന്ന് വെക്കേണ്ടി വന്നിട്ടുള്ളൂ. അങ്ങനെ ഏകദേശം രാവിലത്തെ പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഇനി എനിക്ക് ഉച്ചക്കേക്ക് കൊണ്ടുപോകാനുള്ള ചോറെല്ലാം റെഡിയാക്കി വെക്കുകയോ വേണ്ടു. പാത്രമെല്ലാം ഞാൻ ഇന്നലെ തന്നെ കഴുകി വെച്ചതേനു കേട്ടാ. പക്ഷെ രാവിലെ ചോറെല്ലാം ആക്കി വെക്കുന്നതിന് മുമ്പ് എനിക്ക് ഒന്നും കൂടി പാത്രം കഴുകിയില്ലെങ്കിൽ ഒരു തൃപ്തിയാവലേ ഇല്ല. അങ്ങനെ പാത്രമെല്ലാം കഴുകി സെറ്റാക്കി ഇതാ ഞാൻ ചോറെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പൊ കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലും ഒരു വറവാക്കി വെക്കണം എന്ന് രാവിലെ എണീച്ച് വരുമ്പോൾ ഞാൻ വിചാരിച്ചിനു. വിചാരം മാത്രമേ ഉള്ളൂ കേട്ടാ. ഞാൻ സത്യം പറഞ്ഞ മറന്നുപോയി. ഇനിയിപ്പോ ആ വിഷമം എന്തായാലും ഞാൻ നാളെ ചോറ് കൊണ്ടുപോകുമ്പോൾ തീർത്തോളൂ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.